ദുരന്തം ബാക്കി വെച്ച ഭൂമിയിൽ ജീവന്റെ പുതുനാമ്പുകളാണ് നാലാം ദിനം കാണാതായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കവേ പടവട്ടിക്കുന്നിൽ കുടുങ്ങിയ 4 പേരെ ദൗത്യസംഘം ജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്തി. ബെയിലി പാലത്തിലൂടെ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിരാവിലെ തന്നെ ദൗത്യസംഘത്തിന്റെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. ഇന്നലെ നിർമ്മാണം പൂർത്തീകരിച്ച ബെയിലി പാലത്തിലൂടെ മുണ്ടക്കയിലേക്ക് ദൗത്യസംഘം നീങ്ങി. പ്രകൃതി താണ്ഡവമാടിയ പ്രദേശത്ത് ദൗത്യസംഘം എത്തിയപ്പോൾ എങ്ങും ഹൃദയം തകർക്കുന്ന കാഴ്ചകൾ. മണ്ണിനടിയിൽ മറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ബാക്കി ശേഷിപ്പുകൾ എങ്ങും ചിതറിക്കിടക്കുന്നു. യന്ത്രസഹായത്തോടെ മണ്ണ് നീക്കി പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നത് മറഞ്ഞുപോയവരുടെ ജീവനുള്ള നിമിഷങ്ങളായിരുന്നു. ഉള്ളുലച്ച ദുരന്തഭൂമിയിൽ നിന്നും അല്പസമയത്തിനകം ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയെന്ന പ്രത്യാശയുടെ സന്ദേശമെത്തി. പടവട്ടിക്കുന്നിൽ നിന്നും തിരച്ചിലിനിടെയാണ് ഇവരെ വീടിനുള്ളിൽ കണ്ടെത്തിയത്. ജോണി, ജോമോൾ, എബ്രഹാം മാത്യു, ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷാപ്രവർത്തകർ രക്ഷിച്ചത്. ഇവർ വീട്ടിൽ കുടുങ്ങുകയായിരുന്നുവെന്ന് സൈന്യം പ്രതികരിച്ചു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കരസേനയുടെയും കേരള പോലീസിന്റെയും ഡോഗ് സ്ക്വാഡ് സ്ഥലത്തുണ്ട്. ദുരന്തഭൂമിയിൽ അകപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച നായകളാണിവ. ഇനി 298 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗികമല്ലാത്ത കണക്ക്. As per enquiries itself, it is more than 200 people. But you see, there are a lot of people from other states, which we may not be able to find out. The revenue department is still trying to collect the data and find out how many people are here and how many people are missing. I think probably in 1 or 2 days we will be able to tell you. ഇരുവഴിഞ്ഞിപ്പുഴ എത്തിച്ചേരുന്ന ചാലിയാറിൽ നാവികസേനയും അഗ്നിശമന സേനയുടെ സ്കൂബ ടീമും തിരച്ചിൽ നടത്തുന്നുണ്ട്. സൈന്യവും NDRFും സംസ്ഥാന സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും സംയുക്തമായാണ് ദുരന്തഭൂമിയിൽ തിരച്ചിൽ നടത്തുന്നത്. കാണാതായവരിൽ 29 പേർ കുട്ടികളാണ്. കൈരളി ന്യൂസ്, വയനാട്.